അലൈക്കും വറഹ്മത്തുള്ളാഹി. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. बदरी सहाबा के वाक़यात का സഹാബാക്കളുടെ സംഭവങ്ങൾ അഥവാ जिंदगी के पहलुओं का सिलसिला चल रहा है. വിവരണങ്ങളാണ് വിവരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഇതുമായി ബന്ധപ്പെട്ട് ചില സ്വഹാബാക്കളെ കുറിച്ച് പരാമർശിക്കുന്നതാണ്. ഹദ്രത്ത് ഖൗലി ബിൻ അബി ഖൗലി. ഹദ്രത്ത് ഖൗലി ബദർ, ഉഹദ്, മറ്റെല്ലാ യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പങ്കെടുക്കുകയുണ്ടായി. അബു മുആശിർ, മുഹമ്മദ് ബിൻ ഉമർ എന്നിവർ പറയുന്നു, ഹദ്രത്ത് ഖൗലി ബദർ യുദ്ധത്തിൽ തന്റെ മകന്റെ കൂടെ പങ്കെടുത്തു. എന്നാൽ അവർ മകന്റെ പേര് പരാമർശിച്ചിട്ടില്ല. മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് പറയുന്നു, ഇവരെല്ലാവരും ചരിത്രകാരന്മാരാണ്. ഹദ്രത്ത് ഖൗലി തന്റെ സഹോദരൻ മാലിക് ബിൻ അബി ഖൗലിയുടെ കൂടെ ബദറിൽ പങ്കെടുക്കുകയുണ്ടായി. ഒരു റിവായത്ത് പ്രകാരം ബദറിൽ ഹദ്രത്ത് ഖൗലിയും അദ്ദേഹത്തിന്റെ രണ്ട് സഹോദരന്മാർ ഹദ്രത്ത് ഹിലാൽ ബിൻ അബി ഖൗലി, ഹദ്രത്ത് അബ്ദുല്ലാഹ് ബിൻ അബി ഖൗലിയും പങ്കെടുക്കുകയുണ്ടായി. ഹദ്രത്ത് ഖൗലി ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ വഫാത്താവുകയുണ്ടായി. രണ്ടാമതായി വിവരിക്കുന്ന സഹാബിയുടെ പേര് ഹദ്രത്ത് റാഫി ബിൻ അൽ മുഅല്ല. ഹദ്രത്ത് റാഫി ബിൻ മുഅല്ലയുടെ ബന്ധം ഖസ്റജ് ഗോത്രത്തിന്റെ ശാഖയായ ബനു ഹബീബുമായിട്ടാണ്. അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് ഇദാം ബിൻത് ഔഫ് എന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് റാഫിന്റെയും ഹദ്രത്ത് സഫ്വാൻ ബിൻ ബൈളാഇന്റെയും ഇടയിൽ സഹോദര്യ ബന്ധം സ്ഥാപിക്കുകയുണ്ടായി. ഈ രണ്ട് സ്വഹാബാക്കളും ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. ചില റിവായത്തുകൾ പ്രകാരം ഇരുവരും ബദർ യുദ്ധത്തിൽ ഷഹീദാവുകയുണ്ടായി. ഹദ്രത്ത് സഫ്വാൻ ബിൻ ബൈളാ ബദർ യുദ്ധത്തിൽ ഷഹീദായില്ല എന്ന ഒരു റിവായത്തും ഉണ്ട്. മൂസ ബിൻ ഉഖ്ബയുടെ റിവായത്തിൽ ഹദ്രത്ത് റാഫിയും സഹോദരൻ ഹിലാൽ ബിൻ മുഅല്ലയും ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുകയുണ്ടായി എന്ന് രേഖപ്പെട്ടിട്ടുണ്ട്. ഹദ്രത്ത് റാഫിയിനെ അബൂജഹലിന്റെ മകൻ ഇക്രിമയാണ് ബദർ യുദ്ധത്തിൽ ഷഹീദാക്കിയത്. അടുത്തതായി വിവരിക്കാൻ പോകുന്ന സഹാബിയുടെ പേര് ഹദ്രത്ത് സുഷിമാലയിൻ
ഉമൈർ ബിൻ അബ്ദ് ഉമർ, ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഉമൈർ എന്നായിരുന്നു. സ്ഥാനപ്പേര് അബു മുഹമ്മദ് എന്നായിരുന്നു. ഇബ്നു ഹിഷാം വിവരിക്കുന്നു, അദ്ദേഹത്തെ സുഷിമാലൈൻ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. ഇത് പേരായിരുന്നില്ല, ഇദ്ദേഹത്തിന്റെ സ്ഥാനപ്പേരായിരുന്നു. കാരണം അദ്ദേഹം കൂടുതലും ഇടത് കൈകൊണ്ട് ജോലികൾ ചെയ്യുമായിരുന്നു. മറ്റൊരു റിവായത്തിൽ വന്നിരിക്കുന്നത് അദ്ദേഹം തന്റെ 2 കൈകൾ കൊണ്ടും ഒരേപോലെ ജോലികൾ ചെയ്തിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ദുൽ യദൈൻ എന്നും വിളിച്ചിരുന്നു. ബനു ഖിസാ ഗോത്രമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ബന്ധം. ബനു സഹ്റയുമായി സഖ്യത്തിലേർപ്പെട്ടിരുന്നു. ഹദ്റത്ത് ഉമൈർ മക്കയിൽ നിന്നും ഹിജ്റത്ത് ചെയ്ത് മദീനയിൽ വന്നപ്പോൾ ഹദ്റത്ത് സഅദ് ബിൻ ഖൈസമയുടെ അടുക്കൽ താമസിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെയും യസീദ് ബിൻ ഹാരിസിന്റെയും ഇടയിൽ സഹോദര്യ ബന്ധം സ്ഥാപിക്കുകയുണ്ടായി. ഈ 2 സ്വഹാബാക്കളും ബദർ യുദ്ധത്തിൽ ഷഹീദാവുകയുണ്ടായി. ഉസാമ ജോഷ്മിയാണ് അദ്ദേഹത്തെ ഷഹീദാക്കിയത്. ഷഹാദത്ത് വരിക്കുമ്പോൾ അദ്ദേഹത്തിന് 30 വയസ്സായിരുന്നു. അത്തബഖാത്തുൽ കുബ്രയിൽ അബു ഉസാമ ജോഷ്മി എന്നാണ് പേര് രേഖപ്പെട്ടിട്ടുള്ളത്. അതായത് അയാൾ വധിക്കുകയുണ്ടായി. ഇനി അടുത്തതായി വിവരിക്കുന്ന സഹാബിയുടെ പേര് ഹദർത്ത് റാഫി ബിൻ യസീദ് എന്നാണ്. ഒരു റിവായത്തിൽ അദ്ദേഹത്തിന്റെ പേര് ഹദർത്ത് റാഫി ബിൻ സെയ്ദ് എന്നും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഹദർത്ത് റാഫി ബിൻ യസീദിന്റെ ബന്ധം അൻസാറുകളുടെ ഗോത്രമായ ഔസിന്റെ ശാഖ ബനു സഹൂർ ബിൻ അബ്ദുൽ അഷ്ഹലുമായിട്ടായിരുന്നു. ഹദരത്ത് റാഫിയുടെ മാതാവ് അക്രബ് ബിൻത് മആദ് പ്രശസ്തനായ സഹാബി ഹദരത്ത് സഅദ് ബിൻ മആദിന്റെ സഹോദരിയായിരുന്നു. ഹദരത്ത് റാഫിയുടെ 2 ആൺമക്കൾ ഉസൈദും അബ്ദുറഹ്മാനുമായിരുന്നു. ഇവർ 2 പേരുടെയും മാതാവിന്റെ പേര് അക്രബ് ബിൻത് സലാമ എന്നായിരുന്നു. ഹദരത്ത് റാഫി ബദർ ഉഹദ് എന്നീ യുദ്ധങ്ങളിൽ പങ്കെടുക്കുകയുണ്ടായി. ഒരു റിവായത്തിൽ വന്നിരിക്കുന്നു, ബദർ യുദ്ധ ദിവസം സയ്യിദ് ബിൻ സെയ്ദിന്റെ ഒട്ടകപ്പുറത്ത് അദ്ദേഹം സഞ്ചരിച്ചിരുന്നു. അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ ഷഹീദാവുകയുണ്ടായി. ഇനി അടുത്തതായി വിവരിക്കാൻ പോകുന്ന സഹാബിയുടെ പേര് ഹദരത്ത് സക്വാൻ ബിൻ അബ്ദ് കൈസ് എന്നാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് അബു സബു എന്നായിരുന്നു. അൻസാറുകളുടെ ഗോത്രമായ ഖസറജിന്റെ ശാഖയായ ബനു സുറൈഖുമായിട്ടായിരുന്നു. അദ്ദേഹം 1-ാം ബൈഅത്തെ അഖബയിലും 2-ാം ബൈഅത്തെ അഖബയിലും പങ്കെടുക്കുകയുണ്ടായി. അദ്ദേഹത്തിനെ കുറിച്ച് പ്രത്യേകമായി പരാമർശിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലായിരുന്നപ്പോൾ മദീനയിൽ നിന്നും മക്കയിലേക്ക് ഹിജ്റത്ത് ചെയ്യുകയുണ്ടായി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അൻസാരി മുഹാജിർ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. മക്കയിൽ പോയി കുറച്ചുകാലം അവിടെ താമസിക്കുകയുണ്ടായി. അദ്ദേഹം ബദർ ഉഹദ് യുദ്ധങ്ങളിൽ പങ്കെടുക്കുകയുണ്ടായി. ഉഹദ് യുദ്ധത്തിൽ ഷഹാദത്തിന്റെ സ്ഥാനം കരസ്ഥമാക്കുകയുണ്ടായി. അബുൽ ഹക്കം ബിൻ അഖ്നസ് ഷഹീദാക്കുകയുണ്ടായി. ഹദ്രത്ത് സക്വാൻ ബിൻ അബ്ദ് ഖൈസ് അൻസാരി മുഹാജിർ എന്ന് അറിയപ്പെടുന്നു. അല്ലാമ ഇബ്ൻ സഅദ് അത്തബ്ഖാത്തുൽ കുബ്രയിൽ എഴുതുന്നു, മദീനയിലേക്കുള്ള ഹിജ്റത്തിന്റെ സമയത്ത് മുസ്ലിങ്ങൾ മദീനയിലേക്ക് പുറപ്പെട്ടപ്പോൾ ഖുറൈശികൾക്ക് വളരെയധികം അതൃപ്തിയുണ്ടായിരുന്നു. ഹിജ്റത്ത് ചെയ്ത യുവാക്കളോട് അവർക്ക് വളരെ ദേഷ്യമുണ്ടായിരുന്നു. അൻസാറിലെ ഒരു കൂട്ടം 2-ാം അഖബയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ബൈഅത്ത് ചെയ്ത് തിരിച്ചു മദീനയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ മുഹാജിരീങ്ങൾ കുബായിൽ എത്തിയപ്പോൾ ഈ അൻസാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മക്കയിലേക്ക് പോയി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളുടെ കൂടെ ഹിജ്റത്ത് ചെയ്ത് മദീനയിലേക്ക് വന്നു. ഈ കാരണം കൊണ്ടാണ് അവർ അൻസാർ മുഹാജിരീങ്ങളെന്ന് അറിയപ്പെട്ടിരുന്നത്. ഈ സ്വഹാബാക്കളിൽ ഹദ്രത്ത് സക്വാൻ ബിൻ അബ്ദ് ഖൈസ്, ഹദ്രത്ത് ഉഖബ ബിൻ വഹബ്, ഹദ്രത്ത് അബ്ബാസ് ബിൻ ഉബാദ, ഹദ്രത്ത് സിയാദ് ബിൻ ലബീദ് എന്നിവർ ഉൾപ്പെട്ടിരുന്നു. ഇതിനുശേഷം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും അതേപോലെ തന്നെ ഫിത്നയിൽ അകപ്പെട്ടവരും തടവറയിൽ അകപ്പെട്ടവരും രോഗികളായവരും വളരെയധികം ദുർബലരായവരും ഒഴികെ എല്ലാ മുസ്ലിങ്ങളും മദീനയിലേക്ക് പോവുകയുണ്ടായി. സുഹൈൽ ഇബ്നു അബി സാഹിയിൽ നിന്നും നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദിലേക്ക് പുറപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു ഭാഗത്തേക്ക് ചൂണ്ടിക്കൊണ്ട് സുഹാബാക്കളോട് പറഞ്ഞു, ആ ഭാഗത്തേക്ക് പോകാൻ ആരാണ് തയ്യാറായിട്ടുള്ളത്? ബനു സരീഖിൽപ്പെട്ട സുഹാബി ഹദ്രത്ത് സക്വാൻ ബിൻ അബ്ദ് കൈസ് എഴുന്നേറ്റുകൊണ്ട് പറയുകയുണ്ടായി, യാ റസൂലല്ലാഹ്, ഞാൻ പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഹദ്രത്ത് സക്വാൻ പറഞ്ഞു, ഞാൻ സക്വാൻ ഇബ്നു അബ്ദ് കൈസ് ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുവാനുള്ള നിർദ്ദേശം നൽകി. പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് 3 വട്ടം ആവർത്തിച്ചു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന സ്ഥലങ്ങളിലേക്ക് പോയിക്കൊള്ളുവാൻ പറഞ്ഞു. അപ്പോൾ ഹദ്രത്ത് സക്വാൻ ഇബ്നു അബ്ദ് കൈസ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, തീർച്ചയായും ഈ സ്ഥലങ്ങളിലേക്ക് ഞാൻ തന്നെ പോകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ നാളെ സ്വർഗ്ഗത്തിലെ പച്ചപ്പിലൂടെ സഞ്ചരിക്കുന്ന ആളെ കാണാൻ ആഗ്രഹിക്കുന്നത്, അവർ ഈ വ്യക്തിയെ നോക്കിക്കൊള്ളുക. ഇതിനുശേഷം ഹദ്രത്ത് സക്വാൻ തന്റെ കുടുംബാംഗങ്ങളോട് വിട പറയുവാനായി പോയി. അദ്ദേഹത്തിന്റെ ഭാര്യമാരും പെൺമക്കളും പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ വിട്ടുപോവുകയാണോ? അദ്ദേഹം അവരിൽ നിന്നും കുറച്ചു ദൂരേക്ക് മാറി നിന്നുകൊണ്ട് അവരോടായി പറഞ്ഞു, ഇനി ഖിയാമത്ത് നാളിൽ കണ്ടുമുട്ടാം. ഇതിനുശേഷം ഉഹുദ് യുദ്ധത്തിൽ തന്നെ അദ്ദേഹം ഷഹാദത്തിന്റെ സ്ഥാനം കരസ്ഥമാക്കി. ഉഹുദ് യുദ്ധവേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് ചോദിച്ചു, ആർക്കെങ്കിലും സക്വാൻ ഇബ്നു അബ്ദ് ഖൈസിനെ കുറിച്ചുള്ള വിവരം അറിയാമോ? ഹദ്രത്ത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ സക്വാനെ പിന്തുടരുന്ന ഒരു കുതിരസവാരിക്കാരനെ കണ്ടു. ആ വ്യക്തി അദ്ദേഹത്തിന്റെ അടുക്കലെത്തി അയാൾ ഇപ്രകാരം പറയുന്നുണ്ടായിരുന്നു, അഥവാ നീ ഇന്ന് ജീവനോടെ രക്ഷപ്പെടുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെടുകയില്ല. അങ്ങനെ അയാൾ കാൽനടയാത്രക്കാരനായ ഹദ്രത്ത് സക്വാനെ ആക്രമിച്ചുകൊണ്ട് ഷഹീദാക്കുകയുണ്ടായി. പറയുന്നു, ആ വ്യക്തി അദ്ദേഹത്തെ ആക്രമിക്കുമ്പോൾ, നോക്കുക, ഞാൻ ഇബ്നു ഈലാജ് ആണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഹദ്രത്ത് അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ആ വ്യക്തിയെ ആക്രമിക്കുകയുണ്ടായി. എന്റെ വാളുകൊണ്ട് അയാളുടെ കാലിൽ മുറിവുണ്ടാക്കുകയും തുടയുടെ മധ്യഭാഗത്ത് വെച്ച് മുറിച്ചു കളയുകയും ചെയ്തു. എന്നിട്ട് കുതിരപ്പുറത്ത് നിന്ന് ഇറക്കുകയും വധിച്ചു കളയുകയും ചെയ്തു. ഹദ്രത്ത് അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അത് അബുൽ ഹക്കം ബിൻ അഹ്നസ് ആയിരുന്നു. ഇനി വിവരിക്കാൻ പോകുന്ന സഹാബിയുടെ പേര് ഹദ്രത്ത് ഖവാദ് ബിൻ ജുബൈർ അൻസാരി എന്നാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് അബ്ദുല്ലാഹ് എന്നും അബൂ സാലിഹ് എന്നുമായിരുന്നു. ബനു സാലബയുമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ബന്ധം. ഹദ്രത്ത് ഖവാദ് ബിൻ ജുബൈർ ഹദ്രത്ത് അബ്ദുല്ലാഹ് ബിൻ ജുബൈറിന്റെ സഹോദരനായിരുന്നു. ഇദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദ് യുദ്ധവേളയിൽ മലയിടുക്കിന്റെ സംരക്ഷണത്തിനായി 50 അസ്ത്രവിദ്യയിൽ നിപുണരായവരുടെ കൂടെ നിയമിച്ചിരുന്നു, അതായത് അദ്ദേഹത്തിന്റെ സഹോദരനെ. ഹദ്രത്ത് ഖവാദ് ഇടത്തരം ഉയരമുള്ള ആളായിരുന്നു. 40 ഹിജറിയിൽ 74 വയസ്സിൽ മദീനയിൽ വെച്ച് വഫാത്താവുകയുണ്ടായി. ഒരു റിവായത്ത് പ്രകാരം വഫാത്താവുന്ന സമയത്ത് അദ്ദേഹത്തിന് 94 വയസ്സുണ്ടായിരുന്നു. അദ്ദേഹം മൈലാഞ്ചി കൊണ്ട് മുടി ഡൈ ചെയ്യാറുണ്ടായിരുന്നു. ഹദ്രത്ത് ഖവാദും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ബദർ യുദ്ധത്തിനായി പുറപ്പെട്ടു. എന്നാൽ വഴിമധ്യേ കല്ലിന്റെ മുന കൊണ്ട് അദ്ദേഹത്തിന് മുറിവുണ്ടായി. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ മദീനയിലേക്ക് തിരിച്ചയച്ചു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ബദർ യുദ്ധത്തിലെ ഗനീമത്ത് മുതലിലും പ്രതിഫലത്തിലും ഉൾപ്പെടുത്തുകയുണ്ടായി. അഥവാ അദ്ദേഹം ബദർ യുദ്ധത്തിൽ ഉൾപ്പെട്ടവരെ പോലെ തന്നെയായിരുന്നു. അദ്ദേഹം ഉഹദ്, ഖന്തഖ് യുദ്ധങ്ങളിലും മറ്റെല്ലാ യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പങ്കെടുക്കുകയുണ്ടായി. ഹദ്രത്ത് ഖവാദ് വിവരിക്കുന്നു, ഒരിക്കൽ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മറുൽ ഹറാൻ എന്ന സ്ഥലത്ത് തമ്പടിച്ചു. പറയുന്നു, ഞാൻ എന്റെ കൂടാരത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ കുറച്ച് സ്ത്രീകൾ സംസാരിക്കുന്നത് കണ്ടു. എനിക്ക് അത് കണ്ട് താൽപര്യമായി ഞാൻ തിരിച്ചു ചെന്ന് ഒരു ജുബ്ബ അണിഞ്ഞ് അവരുടെ അടുക്കൽ ചെന്നിരുന്നു. എന്നെ സ്വയം മറച്ചുകൊണ്ട് സ്ത്രീകളുടെ സംസാരം കേൾക്കാൻ അവിടെയിരുന്നു. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ എനിക്ക് പേടിയായി.
ഞാൻ പെട്ടെന്ന് എഴുന്നേൽക്കുകയും എന്റെ ഒട്ടകം ഓടിപ്പോയെന്നും ഞാൻ അതിനെ തെരയുകയാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് നടന്നുപോയി. ഞാനും അദ്ദേഹത്തിന്റെ പിന്നാലെ പോയി. അദ്ദേഹം പുതച്ചിരുന്ന പുതപ്പ് എനിക്ക് പിടിക്കാൻ തന്നുകൊണ്ട് ചെടികൾക്കിടയിലേക്ക് പോയി. മലമൂത്ര വിസർജനത്തിന് ശേഷം വുളു ചെയ്യുകയും തിരിച്ചു വരികയും ചെയ്തു. അദ്ദേഹത്തിന്റെ താടിയിൽ നിന്ന് നെഞ്ചിലേക്ക് വെള്ളത്തുള്ളികൾ വീഴുന്നുണ്ടായിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശ രൂപേണ എന്നോട്, അല്ലയോ അബു അബ്ദുള്ള, ആ ഒട്ടകം എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു. ഒട്ടകമൊന്നും കാണാതായിട്ടുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു വെറുതെ അവരുടെ സംസാരം കേൾക്കാൻ ഞാൻ ഇരുന്നതായിരുന്നുവെന്ന്, അത് നല്ലതല്ലായിരുന്നുവെന്നും പറയുന്നു. ഏതായാലും ഞങ്ങൾ പുറപ്പെട്ടു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കാണുമ്പോഴൊക്കെ സലാം പറയുകയും, അല്ലയോ അബു അബ്ദുള്ള, ആ ഒട്ടകം എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുമായിരുന്നു. ഇങ്ങനെ തുടർച്ചയായി സംഭവിക്കാൻ തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശ രൂപേണ എന്നെ കളിയാക്കിയപ്പോൾ ഞാൻ മദീനയിൽ ഒളിച്ചു താമസിക്കാൻ തുടങ്ങി. പള്ളിയിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ നിന്നും വിട്ടുനിൽക്കാൻ തുടങ്ങി. കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ഞാൻ പള്ളിയിൽ പോയി നമസ്കരിക്കാൻ നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തന്റെ മുറിയിൽ നിന്ന് പുറത്തു വന്നു. അദ്ദേഹം 2 റക്അത്ത് നമസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഒഴിവാക്കി പോകാനായി ഞാൻ നമസ്കാരം ദീർഘിപ്പിച്ചുകൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ അബൂ അബ്ദുള്ള, നമസ്കാരം എത്ര വേണമെങ്കിലും ദീർഘിപ്പിച്ചുകൊള്ളുക, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഞാൻ ഹൃദയത്തിൽ പറഞ്ഞു, അല്ലാഹുവാണ്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് എന്നെക്കുറിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് ദൂരീകരിക്കുന്നതാണ്. ഞാൻ സലാം വീട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏ അബൂ അബ്ദുള്ള, നിന്റെ മേൽ സമാധാനമുണ്ടാവട്ടെ. ഒട്ടകം ഓടിപ്പോയ ആ സംഭവം എന്താണ്? ഞാൻ പറഞ്ഞു, താങ്കളെ ഹക്കോടുകൂടി നിയോഗിച്ചവനാണ്. ഞാൻ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ആ ഒട്ടകം കാണാതായിട്ടില്ല. താങ്കളിൽ അള്ളാഹു കരുണ ചൊരിയുമാറാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ പറയുകയുണ്ടായി. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നാമതായി, യാഥാർത്ഥ്യം എന്താണ് എന്ന് എന്നിൽ നിന്നും മറച്ചുവെക്കരുത് എന്നും, 2, അനാവശ്യമായി ജനങ്ങളുടെ ഇടയിലിരുന്നു കൊണ്ട് അവരുടെ സംസാരങ്ങൾ കേൾക്കുന്നത് തെറ്റാണ് എന്നും പഠിപ്പിച്ചു. ഹദ്റത്ത് ഖവാദ് പറയുന്നു, ഒരിക്കൽ ഞാൻ രോഗിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ശുശ്രൂഷിക്കുകയുണ്ടായി. ഞാൻ രോഗമുക്തനായപ്പോൾ പറഞ്ഞു, അല്ലയോ ഖവാദ്, നീ ഇപ്പോൾ ആരോഗ്യവാനായിരിക്കുന്നു. അള്ളാഹുവിനോട് നീ എന്താണോ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അത് പൂർത്തിയാക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ അള്ളാഹുവിനോട് ഒരു വാഗ്ദാനവും ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ രോഗികളും രോഗിയാവുമ്പോൾ നേർച്ച നേരുകയോ നിയ്യത്ത് ചെയ്യുകയോ ചെയ്യും. അള്ളാഹു എനിക്ക് ആരോഗ്യം നൽകുകയാണെങ്കിൽ ഞാൻ പലതും ചെയ്യുന്നതാണ് എന്ന് തീർച്ചയായും പറയുന്നു. അതുകൊണ്ട് അള്ളാഹുവിനോട് ചെയ്ത വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കുക. നീ എന്തൊക്കെയാണോ പറഞ്ഞത് അത് പൂർത്തിയാക്കുക. ഇത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യമാണ്. ഖന്തക്ക് യുദ്ധവേളയിൽ ബനു ഖുറൈസയുടെ വഞ്ചനയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം ലഭിച്ചപ്പോൾ അദ്ദേഹം ഒരു സംഘത്തെ അവരിലേക്ക് അയച്ചു. ഇതിനെക്കുറിച്ച് സീറത്ത് ഖാത്തുമുൻ നബിയീനിൽ ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബനു ഖുറൈസയുടെ വഞ്ചനയെക്കുറിച്ച് അറിവ് ലഭിച്ചപ്പോൾ ആദ്യം 2-3 വട്ടം രഹസ്യമായി സുബൈർ ഇബ്നു അവാമിനെ അവസ്ഥകൾ അറിയുവാനായി അയച്ചു. പിന്നീട് ഔസ്, ഖസ്റജ് എന്നീ ഗോത്രങ്ങളുടെ നേതാക്കന്മാർ ഹദ്റത്ത് സഅദ് ഇബ്നു മുആദ്, സഅദ് ഇബ്നു ഉബാദ കൂടാതെ സമൂഹത്തിൽ സ്വാധീനമുള്ള മറ്റ് സ്വഹാബാക്കളെയും സംഘമായി ബനു ഖുറൈദയിലേക്ക് അയച്ചു. എന്തെങ്കിലും അപകടകരമായ വാർത്തയുണ്ടെങ്കിൽ ജനങ്ങളിൽ അക്കാര്യം പരസ്യമായി പ്രകടമാക്കരുതെന്നും സൂചനകൾ മാത്രം നൽകിയാൽ മതിയെന്നും താക്കീത് ചെയ്യുകയുണ്ടായി, ജനങ്ങളിൽ പരിഭ്രാന്തിയില്ലാതിരിക്കാൻ. ഇവർ ബനു ഖുറൈദയുടെ താമസ സ്ഥലത്തിയപ്പോൾ അവർ അവരുടെ നേതാവ് കഅബ് ഇബ്നു അസദിന്റെ അടുക്കൽ ചെന്നു. അഹങ്കാരത്തോടെയാണ് അയാൾ അവരോട് പെരുമാറിയത്. സഅദൈൻ അഥവാ സഅദ് ഇബ്നു മുആദും സഅദ് ഇബ്നു ഉബാദയും കരാറിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അയാളും അയാളുടെ ഗോത്രത്തിലെ ആളുകളും ദേഷ്യത്തോടെ, നിങ്ങൾ പൊയ്ക്കൊള്ളുക,
നബിയും ഞങ്ങളും തമ്മിൽ ഒരു കരാറുമില്ല എന്ന് പറഞ്ഞു. ഈ വാക്കുകൾ കേട്ടപ്പോൾ സഹാബാക്കളുടെ സംഘം അവിടെ നിന്നും എഴുന്നേറ്റ് പോന്നു. സഅദ് ബിൻ മുആദും സഅദ് ബിൻ ഉബാദയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഹാജരായിക്കൊണ്ട് സന്ദർഭത്തിന് അനുയോജ്യമായ രീതിയിൽ അവസ്ഥകളെക്കുറിച്ച് വിവരം നൽകുകയുണ്ടായി. സഹാബാക്കളുടെ ആ കൂട്ടത്തിൽ ഹദ്റത്ത് ഖവ്വാദ് ബിൻ ജുബൈറും ഉൾപ്പെട്ടിരുന്നു എന്നും രേഖപ്പെട്ടിട്ടുണ്ട്. ഒരു റിവായത്തിൽ വന്നിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുതിരപ്പുറത്ത് ഹദ്റത്ത് ഖവ്വാദിനെ ബനു ഖുറൈലയിലേക്ക് അയക്കുകയുണ്ടായി. ആ കുതിരയുടെ പേര് ജനാഹ് എന്നായിരുന്നു. ഹദ്റത്ത് ഖവ്വാദ് വിവരിക്കുന്നു, ഒരിക്കൽ ഞങ്ങൾ ഹദ്റത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഹജ്ജിനു വേണ്ടി പുറപ്പെട്ടു. ആ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂടെ അബൂ ഉബൈദ ബിൻ ജറാഹ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നിവരുമുണ്ടായിരുന്നു. ജനങ്ങൾ ഖുറൈശികളിലെ കവിയും മക്ക വിജയവേളയിൽ ഇസ്ലാം സ്വീകരിച്ചതുമായ ലിറാർ ഇബ്നു ഖിതാബിന്റെ കവിതകൾ കേൾപ്പിക്കാൻ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ അബ്ദുള്ള, അതായത് ഖവാദിന് തന്റെ കവിതകൾ കേൾപ്പിക്കാൻ അവസരം നൽകുക. അങ്ങനെ ഞാൻ അവർക്ക് കവിതകൾ കേൾപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ രാത്രിയുടെ അന്ത്യയാമമായപ്പോൾ ഹദ്റത്ത് ഉമർ റളിയല്ലാഹു അൻഹു നിർത്തുവാനായി പറഞ്ഞു. ഇനി വിവരിക്കാൻ പോകുന്ന സഹാബിയുടെ പേര് ഹദ്റത്ത് റബീ ബിൻ അഖ്സം എന്നാണ്. അബൂ യസീദ് എന്നാണ് അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര്. ഹദ്റത്ത് റബീഅ ഉയരം കുറഞ്ഞയാളും തടിച്ച ശരീരമുള്ള ആളുമായിരുന്നു. അസദ് ബിൻ ഹസം ഗോത്രവുമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ബന്ധം. മുഹാജിർ സഹാബാക്കളിൽ ഹദ്റത്ത് റബീഅ ഉൾപ്പെട്ടിരുന്നു. മദീനയിലേക്കുള്ള ഹിജ്റത്തിന് ശേഷം അദ്ദേഹം മറ്റു ചില സഹാബാക്കളുടെ കൂടെ ഹദ്റത്ത് മുബശ്ശിർ ബിൻ അബ്ദുൽ മുൻസിറിന്റെ വീട്ടിൽ താമസിക്കുകയുണ്ടായി. ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന് 30 വയസ്സായിരുന്നു. ബദർ യുദ്ധം കൂടാതെ ഉഹുദ്, ഖന്തക്ക്, ഹുദൈബിയ സന്ധി, ഖൈബർ എന്നീ യുദ്ധങ്ങളിലും പങ്കെടുത്തു. ഖൈബർ യുദ്ധത്തിലാണ് ഷഹാദത്തിന്റെ സ്ഥാനം കരസ്ഥമാക്കിയത്. ഹാരിസ് എന്നു പേരുള്ള ഒരു സഹാബിയാണ് അദ്ദേഹത്തെ നത എന്ന സ്ഥലത്ത് വെച്ച് ഷഹീദാക്കിയത്. ഖൈബറിലെ ഒരു കോട്ടയുടെ പേരാണ് നതാ. ഷഹാദത്ത് വരിക്കുമ്പോൾ അദ്ദേഹത്തിന് 37 വയസ്സായിരുന്നു. ഇനി പരാമർശിക്കുന്ന സഹാബിയുടെ പേര് ഹദ്റത്ത് റിഫാ ബിൻ അമർ അൽ ജഹനി എന്നാണ്. ഇദ്ദേഹത്തിന്റെ പേര് വദിയ ബിൻ അമർ എന്നും വിവരിക്കപ്പെടുന്നുണ്ട്. ഹദ്റത്ത് റിഫാ ബദർ യുദ്ധത്തിലും ഉഹദിലും പങ്കെടുത്തു. അദ്ദേഹത്തിന്റെ ബന്ധം അൻസാറിന്റെ ഗോത്രം ബനു നജ്ജാറുമായിട്ടായിരുന്നു. അടുത്ത സഹാബിയുടെ പേര് ഹദ്റത്ത് സെയ്ദ് ബിൻ വദിയ എന്നാണ്. ഹദ്റത്ത് സെയ്ദിന്റെ ബന്ധം അൻസാറിന്റെ ഗോത്രമായ ഖസറജുമായിട്ടായിരുന്നു. അദ്ദേഹം ബയ്യത്തെ അഖ്ബയിലും ബദർ യുദ്ധത്തിലും ഉഹദിലും പങ്കെടുക്കുകയുണ്ടായി. ഉഹദ് യുദ്ധത്തിൽ ഷഹാദത്തിന്റെ സ്ഥാനം കരസ്ഥമാക്കി. ഹദ്റത്ത് സെയ്ദിന്റെ മാതാവ് ഉമ്മു സെയ്ദ് ബിൻത് ഹാരിസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് സൈനബ് ബിൻ സഹൽ എന്നായിരുന്നു. അവരിൽ നിന്ന് അദ്ദേഹത്തിന് 3 മക്കളുണ്ടായി: സഅദ് ബിൻ സെയ്ദ്, ഉമാമ, ഉമ്മു കുൽസും. അദ്ദേഹത്തിന്റെ മകൻ സഅദ് ഹദ്റത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഇറാഖിൽ വരികയും അഖർകൂഫിൽ താമസിക്കുകയും ചെയ്തു. ഇറാഖിലെ ബഗ്ദാദ് പട്ടണത്തിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ് അഖർകൂഫ്. അടുത്ത സഹാബിയുടെ പേര് ഹദ്റത്ത് റബീ ബിൻ റാഫി അൻസാരി എന്നാണ്. അദ്ദേഹത്തിന്റെ പിതാമഹന്റെ പേരിൽ ഭിന്നാഭിപ്രായമുണ്ട്. ഒരു റിവായത്തിൽ ഹാരിസ് എന്നും മറ്റൊന്നിൽ സെയ്ദ് എന്നുമാണ്. ഹദ്റത്ത് റബീ ബിൻ റാഫിന്റെ ബന്ധം ബനു അജ്ലാനുമായിട്ടായിരുന്നു. അദ്ദേഹം ബദർ, ഉഹദ് എന്നീ യുദ്ധങ്ങളിൽ പങ്കെടുക്കുകയുണ്ടായി. അടുത്ത സഹാബിയുടെ പേര് ഹദ്റത്ത് സെയ്ദ് ബിൻ മുസൈൻ എന്നാണ്. മുസൈൻ ബിൻ ഖൈസ് എന്നത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരാണ്. ഹദ്റത്ത് സെയ്ദിന്റെ പേര് യസീദ് ബിൻ മുസൈൻ എന്നാണെന്നും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഖസ്റജ് ഗോത്രവുമായിട്ടാണ് അദ്ദേഹത്തിന്റെ ബന്ധം. ഹദ്റത്ത് സെയ്ദ് ബദർ യുദ്ധത്തിലും ഉഹദിലും പങ്കെടുക്കുകയുണ്ടായി. മദീനയിലേക്കുള്ള ഹിജ്റത്തിന്റെ സമയത്ത് ഹദ്റത്ത് സെയ്ദും ഹദ്റത്ത് മിസ്താ ബിൻ ഉസാസയുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദര്യ ബന്ധം സ്ഥാപിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മക്കളിൽ മകൻ അമറും മകൾ റമലയും ഉണ്ടായിരുന്നു.
അടുത്തതായി വിവരിക്കാൻ പോകുന്ന സഹാബിയുടെ പേര് ഹദ്രത്ത് ഇയാസ് ബിൻ ലുഹൈർ എന്നാണ്. അബൂ സഅദ് എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര്. ഹദ്രത്ത് ഇയാസിന്റെ മാതാവിന്റെ പേര് സൽമ ബിൻ താമിർ എന്നായിരുന്നു. ഇദ്ദേഹത്തിന്റെ ബന്ധം സഹർ ഗോത്രവുമായിട്ടായിരുന്നു. ഹബ്ഷയിലേക്ക് രണ്ടാമത് ഹിജ്റത്ത് ചെയ്തപ്പോൾ അതിൽ ഉൾപ്പെട്ടിരുന്നു. അവിടെ നിന്നും തിരികെ വന്ന് മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തു. എന്നിട്ട് ഹദ്രത്ത് കുൽസും ബിൻ അൽ ഹിദമിന്റെ അടുക്കൽ താമസിക്കുകയുണ്ടായി. അദ്ദേഹം ബദർ യുദ്ധത്തിലും ഉഹദ്, ഖന്ദഖ് ഉൾപ്പെടെ എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തു. ഹദ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ 30 ഹിജ്റയിൽ മദീനയിൽ വെച്ച് വഫാത്തായി. ഒരു റിവായത്തിൽ അദ്ദേഹം ഷാമിൽ വെച്ച് മരണപ്പെട്ടു എന്ന് രേഖപ്പെട്ടു കിടക്കുന്നുണ്ട്. മറ്റൊരു സഹാബിയാണ് റിഫാ ബിൻ അംർ അൻസാരി. അബൂ വലീദ് എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര്. ബനു ഔഫ് ബിൻ ഖസ്റജ് ഗോത്രവുമായിട്ടായിരുന്നു ഹദ്രത്ത് റിഫായിന്റെ ബന്ധം. അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് ഉമ്മു റിഫാ എന്നായിരുന്നു. 70 അൻസാറുകളുമായി രണ്ടാം ബയ്യത്ത് അഖ്ബയിൽ പങ്കെടുക്കുകയുണ്ടായി. ബദർ യുദ്ധത്തിലും ഉഹദിലും പങ്കെടുത്തു. ഉഹദിൽ ഷഹാദത്തിന്റെ സ്ഥാനം കരസ്ഥമാക്കി. അടുത്ത സഹാബിയാണ് ഹദ്രത്ത് സിയാദ് ബിൻ അംർ. ഹദ്രത്ത് സിയാദ് ഇബ്ന് ബിഷർ എന്നും അറിയപ്പെടുന്നു. അദ്ദേഹത്തിന് അൻസാറുമായിട്ടായിരുന്നു ബന്ധം. ബദർ യുദ്ധത്തിൽ ഹദ്രത്ത് സിയാദ് പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ സമ്രയും ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. ബനു സായിദ ബിൻ കാബുമായിട്ടാണ് അദ്ദേഹത്തിന്റെ ബന്ധം. മറ്റൊരു കൗൽ പ്രകാരം ബനു സായിദ ബിൻ കാബ് ബിൻ ഖസ്റജിന്റെ സ്വതന്ത്രനാക്കപ്പെട്ട അടിമയായിരുന്നു. അടുത്തതായി വിവരിക്കാൻ പോകുന്ന സഹാബിയുടെ പേര് ഹദ്രത്ത് സാലിം ബിൻ ഉമൈർ ബിൻ സാബിത്ത് എന്നാണ്. ഹദ്രത്ത് സാലിമിന് അൻസാറിന്റെ ഗോത്രമായ ബനു അംർ ഇബ്നു ഔഫുമായിട്ടാണ് ബന്ധം. അദ്ദേഹം ബയ്യത്ത് അഖ്ബയിൽ പങ്കെടുത്തു. ഹദ്രത്ത് സാലിം ബദർ, ഉഹദ്, ഖന്ദഖ് ഉൾപ്പെടെ എല്ലാ യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പങ്കെടുത്തു. തബൂക്ക് യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ദരിദ്രരായ സ്വഹാബാക്കൾ ഹാജരാവുകയും തബൂക്കിൽ പോകാൻ ആഗ്രഹിക്കുകയും സവാരിക്കായി ഒന്നുമില്ലാതെ വിഷമിക്കുകയും ചെയ്തവരിൽ ഹദ്രത്ത് സാലിമും ഉൾപ്പെട്ടിരുന്നു. ഈ 7 ദരിദ്രരായ സ്വഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. അപ്പോൾ അദ്ദേഹം തബൂക്കിൽ പോകാൻ ആഗ്രഹിച്ചിരുന്നു. ഈ സ്വഹാബാക്കൾ പറഞ്ഞു, ഞങ്ങൾക്ക് സവാരിക്കായി എന്തെങ്കിലും തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെ യാത്രയാക്കാൻ എന്റെ പക്കൽ സവാരിക്കായി ഒന്നുമില്ല. അവർ തിരിച്ചുപോയി. കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. ചെലവഴിക്കാൻ ഒന്നുമില്ലല്ലോ എന്ന ദുഃഖമായിരുന്നു അവരെ വിഷമിപ്പിച്ചത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, വിശുദ്ധ ഖുർആനിലെ ആയത്ത് വലാ അലല്ലദീന ഇദാ മാ അതൗക ലിതഹ്മിലഹും ഖുൽത ലാ അജിദു മാ അഹ്മിലുകും അലൈഹി തവല്ലൗ വഅയുനുഹും തഫീദു മിനദ്ദംഇ ഹസനൻ അല്ലാ യജിദു വമാ യുൻഫിഖൂൻ. അതായത് ഇക്കൂട്ടർക്കും കുറ്റമില്ല. യുദ്ധയാത്രയ്ക്കു വേണ്ടി സവാരി മൃഗം നൽകാനായി അവർ നേരിൽ വന്ന് അപേക്ഷിച്ചപ്പോൾ വാഹനമൊന്നും എന്റെ കയ്യിലല്ലോ എന്ന് താങ്കൾ പ്രതികരിച്ചു. അപ്പോൾ യുദ്ധത്തിന് ചെലവഴിക്കാനായി തങ്ങളുടെ പക്കൽ ധനമൊന്നുമില്ലാതെ പോയല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അവർ മടങ്ങിപ്പോയി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ആയത്തിൽ ആരെക്കുറിച്ചാണോ പരാമർശമുള്ളത് അവരിൽ സാലിം ബിൻ ഉമൈറും സാലബ ബിൻ ഉബൈദും ഉൾപ്പെടുന്നു. ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു സൂറ തൗബയുടെ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു, ഈ ആയത്ത് അതായത് വലാ അലല്ലദീന ഇദാ മാ അതൗക ലിതഹ്മിലഹും ഖുൽത ലാ അജിദു മാ അഹ്മിലുകും അലൈഹി തവല്ലൗ വഅയുനുഹും തഫീദു മിനദ്ദംഇ ഹസനൻ. ഈ ആയത്തിന്റെ വിശദീകരണം നടത്തിക്കൊണ്ട് പറയുന്നു, ഈ ആയത്തിൽ പൊതുവായ പരാമർശമാണുള്ളത്. എന്നാൽ ദരിദ്രരായ 7 മുസ്ലിങ്ങളെക്കുറിച്ചാണ് ഇതിൽ സൂചനയുള്ളത്. അവർ ജിഹാദ് ചെയ്യാൻ അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്നു.
പക്ഷേ അവരുടെ ഹൃദയാഭിലാഷം പൂർത്തിയാക്കാനുള്ള സാധന സാമഗ്രികൾ അവരുടെ പക്കലുണ്ടായിരുന്നില്ല. ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഹാജരായിക്കൊണ്ട് സവാരിക്കുള്ള ഏർപ്പാട് ചെയ്തു തരാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ഒരു ഏർപ്പാടും ചെയ്തു തരാൻ കഴിയുകയില്ല. അവർക്ക് വളരെയധികം വിഷമമായി, കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. പറയുന്നു, അവർ പോയതിനു ശേഷം ഹദ്റത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു 3 ഒട്ടകവും 4 ബാക്കി മുസ്ലിങ്ങളും നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തർക്കും ഓരോ ഒട്ടകം വീതം നൽകി. മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, വിശുദ്ധ ഖുർആൻ ഈ സംഭവം വിവരിച്ചത് ധനാഢ്യരും എല്ലാ സാധന സാമഗ്രികൾ ഉണ്ടായിട്ടും ജിഹാദിന് പോവാതിരിക്കാൻ നുണകൾ പറഞ്ഞ് പിന്മാറുന്നവരും ദരിദ്രരും നിഷ്കളങ്കരുമായവരുമായി തുലനം ചെയ്തു നോക്കാനായിരുന്നു. അവരുടെ ആവേശം വേറെ തന്നെയായിരുന്നു. ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, മദീനയിൽ തന്നെ ഇരുന്നവരിൽ മുനാഫിക്കീങ്ങൾ മാത്രമല്ല, മറിച്ച് നിഷ്കളങ്കരായവരായ മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് പോകാൻ സാധിക്കാതിരുന്നത് അവരുടെ പക്കൽ യാത്രക്കുള്ള വസ്തുക്കൾ ഇല്ലാത്തതുകൊണ്ടായിരുന്നു. ഇതിന്റെ തഫ്സീറിൽ വീണ്ടും അദ്ദേഹം പറയുന്നു, അബൂ മൂസ അവരുടെ നേതാവായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങൾ അന്ന് എന്താണ് ആവശ്യപ്പെട്ടത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു ആണ്, ഞങ്ങൾ ഒട്ടകമല്ല ആവശ്യപ്പെട്ടത്, കുതിരകളും ആവശ്യപ്പെട്ടിട്ടില്ല. മറിച്ച് ഞങ്ങൾ പറഞ്ഞത് ഇത്രമാത്രമാണ്, ഞങ്ങൾ നഗ്നപാതരാണ്, ഷൂ ഉണ്ടായിരുന്നില്ല, ഇത്രക്കും അധികം ദൂരം കാൽനടയായി സഞ്ചരിക്കുവാൻ സാധിക്കുകയുമില്ല, കാലിൽ മുറിവ് വന്നാൽ യുദ്ധം ചെയ്യാൻ സാധിക്കുകയില്ല. ഞങ്ങൾക്ക് ഷൂ നൽകിയാൽ ഞങ്ങൾ ഓടിപ്പോയി ഞങ്ങളുടെ സഹോദരന്മാരുടെ കൂടെ ചെന്ന് യുദ്ധത്തിൽ പങ്കെടുക്കുന്നതാണ്. ദാരിദ്ര്യത്തിന്റെ അവസ്ഥ ഇതായിരുന്നു. ഈ ആവേശമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഹദ്റത്ത് സാലിം ബിൻ ഉമൈർ ഹദ്റത്ത് മുആവിയുടെ കാലഘട്ടം വരെ ജീവിച്ചു. ഇനി അടുത്ത സഹാബിയുടെ പേര് സുറാഖ ബിൻ ഖാബ് എന്നാണ്. ഹദ്റത്ത് സുറാഖയുടെ ബന്ധം ബനു നജ്ജാർ ഗോത്രവുമായിട്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് ഉമൈറ ബിൻത് നുമാൻ എന്നായിരുന്നു. ഹദ്റത്ത് സുറാഖ ബദർ, ഉഹദ്, ഖന്ദഖ് ഉൾപ്പെടെ എല്ലാ യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പങ്കെടുക്കുകയുണ്ടായി. ഹദ്റത്ത് സുറാഖ ബിൻ ഖാബ് ഹദ്റത്ത് മുആവിയയുടെ കാലഘട്ടത്തിൽ വഫാത്താവുകയുണ്ടായി. കൽബിയുടെ റിവായത്ത് പ്രകാരം ഹദ്റത്ത് സുറാഖ യമാമ യുദ്ധത്തിൽ ഷഹീദാവുകയുണ്ടായി. ഇനി വിവരിക്കുന്ന സഹാബിയുടെ പേര് സായിബ് ബിൻ മലൂൻ എന്നാണ്. ഹദ്റത്ത് സായിബ് ബിൻ മലൂൻ ഉസ്മാൻ ബിൻ മലൂന്റെ സ്വന്തം സഹോദരനായിരുന്നു. ഹബശയിലേക്ക് ഹിജ്റത്ത് ചെയ്ത ആദ്യ മുഹാജിറുകളിൽ ഉൾപ്പെടുന്നു. ഹദ്റത്ത് സായിബിന് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബവാത്ത് യുദ്ധത്തിനായി പുറപ്പെട്ടപ്പോൾ ചില റിവായത്തിൽ അദ്ദേഹം സഅദ് ബിൻ മുആദിനെയും ചില റിവായത്തിൽ ഹദ്റത്ത് സായിബ് ബിൻ ഉസ്മാനെയും അമീറായി നിയമിക്കുകയുണ്ടായി. ഒരു റിവായത്തിൽ ഹദ്റത്ത് സായിബ് ബിൻ മലൂന്റെ പേരും ലഭിക്കുന്നു. ഹദ്റത്ത് സായിബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കച്ചവടം ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. സുനൻ അബൂദാവൂദിൽ വന്ന റിവായത്തിൽ ഹദ്റത്ത് സായിബ് പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഹാജരായപ്പോൾ സഹാബാക്കൾ എന്നെക്കുറിച്ച് പരാമർശിക്കാനും പുകഴ്ത്താനും തുടങ്ങി. ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തെ നിങ്ങളെക്കാൾ നന്നായി അറിയാം. ഞാൻ പറഞ്ഞു, സദഖ്ത ബി അബി അൻത വ ഉമ്മി കുൻത ശരീക്കി ഫനിഅമ ശരീകു കുൻത ലാ തുദാരി വലാ തുമാരി. എന്റെ മാതാപിതാക്കൾ താങ്കളുടെ മുമ്പാകെ തെണ്ടമാകട്ടെ, താങ്കൾ സത്യമാണ് പറഞ്ഞത്. കച്ചവടത്തിൽ താങ്കൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്തൊരു ഉത്തമമായ കൂട്ടുകാരനായിരുന്നു. താങ്കൾ ഒരിക്കലും ശത്രുത കാണിച്ചില്ല, ഒരിക്കലും അടിപിടി കൂടിയിരുന്നില്ല. സീറത്ത് ഖാത്തുമുൻ നബീനിൽ ഈ സംഭവം ഇപ്രകാരം രേഖപ്പെട്ടു കിടക്കുന്നു. മക്കയിൽ നിന്ന് കച്ചവടത്തിനായി വ്യത്യസ്ത സംഘങ്ങളായി വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് പോകാറുണ്ടായിരുന്നു. തെക്ക് യമനിലേക്കും വടക്ക് ഷാമിലേക്കും കച്ചവടം നിലനിന്നിരുന്നു. ഇത് കൂടാതെ ബഹ്റൈനുമായും കച്ചവടമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പൊതുവായി ഈ സ്ഥലങ്ങളിലെല്ലാം കച്ചവടത്തിനായി പോയി. എല്ലായ്പ്പോഴും വിശ്വസ്തയോടും സത്യസന്ധതയോടും നേരായ രീതിയിലും പ്രാവീണ്യത്തോടും കൂടി കടമകൾ നിറവേറ്റുകയുണ്ടായി. മക്കയിലും അദ്ദേഹത്തിന് ഇടപെടേണ്ടി വന്നവരെല്ലാം അദ്ദേഹത്തെ പുകഴ്ത്തുകയുണ്ടായി. ഹദ്റത്ത് സായിബും അദ്ദേഹത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. ഇവരിൽപ്പെട്ട ഒരാളായിരുന്നു.
അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ സഹാബക്കൾ അദ്ദേഹത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പാകെ പുകഴ്ത്തുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ഇദ്ദേഹത്തെ നിങ്ങളെക്കാൾ നന്നായി അറിയാം. അപ്പോൾ സായിബ് പറഞ്ഞു, അതേ യാ റസൂലല്ലാഹ്, എന്റെ മാതാപിതാക്കൾ താങ്കളുടെ മുമ്പാകെ തെണ്ടമാകട്ടെ. താങ്കൾ ഒരിക്കൽ കച്ചവടത്തിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നു. വളരെ പരിശുദ്ധമായ രീതിയിൽ കച്ചവടം ചെയ്യുകയുണ്ടായി. അടുത്ത സഹാബിയുടെ പേര് ഹദ്റത്ത് ആസിം ബിൻ ഖൈസ് എന്നാണ്. ആസിം ബിൻ ഖൈസിന്റെ ബന്ധം അൻസാറിന്റെ ഗോത്രം സാൽബ ബിൻ അമ്രുമായിട്ടായിരുന്നു. ബദർ, ഉഹദ് യുദ്ധങ്ങളിൽ പങ്കെടുത്തു. അടുത്ത സഹാബി ഹദ്റത്ത് തുഫൈൽ ബിൻ മാലിക് ബിൻ ഖൻസ. ഹദ്റത്ത് തുഫൈലിന് ഹസ്റജ് ഗോത്രത്തിന്റെ ശാഖയായ ബനു ഉബൈദ് ബിൻ അദിയുമായിട്ടാണ് ബന്ധം. ഹദ്റത്ത് തുഫൈലിന്റെ മാതാവിന്റെ പേര് അസ്മാ ബിൻത്ത് അൽ ഖൈൻ എന്നായിരുന്നു. ഹദ്റത്ത് തുഫൈൽ ബയ്യത്ത് അഖ്ബ, ബദർ യുദ്ധം, ഉഹദ് യുദ്ധം എന്നിവയിൽ പങ്കെടുക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വിവാഹം ഇദാം ബിൻത്ത് ഖുർദുമായി നടന്നു. അവരിൽ നിന്ന് അദ്ദേഹത്തിന്റെ 2 ആൺകുട്ടികൾ അബ്ദുള്ളയും റബിയും ഉണ്ടായി. അടുത്ത സഹാബിയുടെ പേര് ഹദ്റത്ത് തുഫൈൽ ബിൻ നുമാൻ എന്നാണ്. ഹദ്റത്ത് തുഫൈലിന്റെ ബന്ധം അൻസാർ ഗോത്രമായ ഖസറജുമായിട്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാവ് ഖൻസ ബിൻത്ത് റിളാ ആയിരുന്നു. ജാബിർ ബിൻ അബ്ദുള്ളയുടെ പിതൃ സഹോദരിയായിരുന്നു. ഹദ്റത്ത് തുഫൈലിന് റുബൈ എന്ന പേരുള്ള ഒരു മകൾ ഉണ്ടായിരുന്നു. ബയ്യത്ത് അഖ്ബയിലും ബദറിലും ഉൾപ്പെട്ടു. ഹദ്റത്ത് തുഫൈൽ ഉഹദ് യുദ്ധത്തിലും പങ്കെടുത്തു. ആ ദിവസം 13 മുറിവുകളുണ്ടായി. ഖന്തക്ക് യുദ്ധത്തിലും ഉൾപ്പെടുകയുണ്ടായി. ഈ യുദ്ധത്തിൽ ഷഹാദത്തിന്റെ സ്ഥാനം കരസ്ഥമാക്കി. വഹ്ഷി ബിൻ ഹർബ് അദ്ദേഹത്തെ ഷഹീദാക്കി. പിന്നീട് വഹ്ഷി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയുണ്ടായി. വഹ്ഷി പറയാറുണ്ടായിരുന്നു, അള്ളാഹു ഹദ്റത്ത് ഹംസക്കും ഹദ്റത്ത് തുഫൈൽ ബിൻ നുമാനും എന്റെ കൈകൾ കൊണ്ട് ആദരവ് നൽകി. എന്നാൽ അവരുടെ കൈകളാൽ ഞാൻ നിന്ദിക്കപ്പെട്ടില്ല. അതായത് അവിശ്വാസത്തിന്റെ അവസ്ഥയിൽ ഞാൻ വധിക്കപ്പെട്ടില്ല. ഹദ്റത്ത് ലഹാഖ് ബിൻ അബ്ദ് അമർ അടുത്ത സഹാബിയാണ്. ഇദ്ദേഹത്തിന്റെ ബന്ധം ബനു ദിനാർ ബിൻ നജാറുമായിട്ടാണ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അബ്ദ് അമറും മാതാവിന്റെ പേര് സുമൈറ ബിൻത്ത് ഖൈസ് എന്നായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹോദരൻ നുമാൻ ബിൻ അബ്ദ് അമർ ബദർ, ഉഹദ് യുദ്ധങ്ങളിൽ പങ്കെടുത്തു. ഹദ്റത്ത് നുമാൻ ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി. അദ്ദേഹത്തിന്റെ 3ാമത്തെ സഹോദരൻ ഉത്ബ ബിൻ അബ്ദ് അമർ ബിർ മഊനയിൽ വെച്ച് ഷഹീദാവുകയുണ്ടായി. അടുത്ത സഹാബി ലിഹാഖ് ബിൻ ഹാരിസയാണ്. അൻസാറിന്റെ ഖസറജ് ഗോത്രവുമായിട്ടാണ് ബന്ധം. പിതാവിന്റെ പേര് ഹാരിസ എന്നും മാതാവിന്റെ പേര് ഹിന്ദ് ബിൻത്ത് മാലിക് എന്നായിരുന്നു. ഹദ്റത്ത് ലിഹാഖ് റളിയല്ലാഹു അൻഹു 70 അൻസാറുകളുടെ കൂടെ ബയ്യത്ത് അഖ്ബയിൽ പങ്കെടുക്കുകയുണ്ടായി. ബദറിലും പങ്കെടുത്തു. മകന്റെ പേര് യസീദ് എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഉമാമ ബിൻത്ത് മുഹരിസീനിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന് ആ കുട്ടി ജനിച്ചത്. അടുത്ത സഹാബി ഹദ്റത്ത് ഖല്ലാദ് ബിൻ സുവൈദ് അൻസാരിയായിരുന്നു. ഖസറജിന്റെ ശാഖ ബനു ഹാരിസുമായിട്ടായിരുന്നു ബന്ധം. മാതാവിന്റെ പേര് അമ്ര ബിൻത്ത് സഅദ് എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ സായിബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം കരസ്ഥമാവുകയുണ്ടായി. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ യമന്റെ അമീറാക്കുകയും ചെയ്തു. 2ാമത്തെ മകന്റെ പേര് ഹക്കം ബിൻ ഖല്ലാദ് എന്നായിരുന്നു. ഇവരുടെ മാതാവിന്റെ പേര് ലൈല ബിൻത്ത് ഉബാദ എന്നായിരുന്നു. ഹദ്റത്ത് ഖല്ലാദ് ബയ്യത്ത് അഖ്ബയിൽ പങ്കെടുത്തു. ബദർ, ഉഹദ്, ഖന്തക് യുദ്ധങ്ങളിൽ പങ്കെടുത്തു. ബനു ഖുറൈസ യുദ്ധത്തിൽ ബനാന എന്നു പേരുള്ള ഒരു യഹൂദ സ്ത്രീ വലിയൊരു കല്ല് മുകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ മുകളിലേക്ക് ഇട്ടതുമൂലം അദ്ദേഹത്തിന്റെ തല പൊളിഞ്ഞുപോവുകയും ഷഹീദാവുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖല്ലാദിന് 2 ശുഹദാക്കളുടെ പ്രതിഫലം ലഭിക്കുന്നുണ്ട്. പ്രതിക്രിയ എന്ന വണ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീക്ക് വധശിക്ഷ നൽകുകയുണ്ടായി. സീറത്തു ഖാത്തുമുൻ നബിയീനിൽ ഈ സംഭവം ഇപ്രകാരം രേഖപ്പെട്ട് കിടക്കുന്നു. കുറച്ച് മുസ്ലിങ്ങൾ അവരുടെ കോട്ടയുടെ മതിലിന്റെ അരികിൽ വിശ്രമിക്കാനായി ഇരുന്നതായിരുന്നു. ഇവരുടെ മുകളിലേക്ക് ബനാന എന്നു പേരുള്ള യഹൂദ സ്ത്രീ വലിയൊരു കല്ല് എടുത്ത് ഇടുകയുണ്ടായി.
ഖല്ലാദിനെ ഷഹീദാക്കുകയും ചെയ്തു. ബാക്കി മുസ്ലിങ്ങൾ രക്ഷപ്പെടുകയുണ്ടായി. പിന്നീട് ഇപ്രകാരം വന്നിരിക്കുന്ന ഹദർത്ത് ഖല്ലാദിന്റെ മാതാവിന് അദ്ദേഹത്തിന്റെ ഷഹാദത്തിന്റെ വിവരം ലഭിച്ചപ്പോൾ നിക്കാബ് അണിഞ്ഞു വരികയുണ്ടായി. അവരോട് പറഞ്ഞു, ഖല്ലാദ് ഷഹീദാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ നിക്കാബ് അണിഞ്ഞു വന്നിരിക്കുന്നു. അത് കേട്ട അവർ പറഞ്ഞു, ഖല്ലാദ് എന്നെ വിട്ട് ദൂരേക്ക് പോയിരിക്കുന്നു, എന്നാൽ എന്നിൽ നിന്ന് ലജ്ജ വിട്ടകലാൻ ഞാൻ അനുവദിക്കുകയില്ല. പർദ ലജ്ജയ്ക്ക് അനിവാര്യമാണ്, അത് നിലനിൽക്കുന്നത് തന്നെയാണ്. ഹദർത്ത് ഖല്ലാദിന്റെ ഷഹാദത്ത് നടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ദേഹത്തിന് 2 ശുഹദാക്കളുടെ പ്രതിഫലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് 2 ശുഹദാക്കളുടെ പ്രതിഫലം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് അഹ്ലെ കിതാബിൽപ്പെട്ടവളാണ് ഷഹീദാക്കിയത്. അടുത്ത സഹാബിയാണ് ഹദർത്ത് ഔസ് ബിൻ ഖൗലി അൻസാരി. സ്ഥാനപ്പേര് അബൂ ലൈല എന്നായിരുന്നു. ഖസ്റജ് ഗോത്രത്തിന്റെ ശാഖയായ ബനു സാലിം ബിൻ ഗനം ബിൻ ഔഫുമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ബന്ധം. മാതാവിന്റെ പേര് ജമീല ബിൻ ഉബൈ എന്നായിരുന്നു. അബ്ദുല്ലാഹിബിൻ ഉബൈ ബിൻ സുലൂലിന്റെ സഹോദരിയായിരുന്നു. അദ്ദേഹത്തിന് ഫുസും എന്ന ഒരു മകൾ ഉണ്ടായിരുന്നു. ബദർ, ഉഹദ്, ഖന്തഖ് ഉൾപ്പെടെ എല്ലാ യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പങ്കെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെയും ഷുജാ ബിൻ വഹബ് അൽ അസദിയുടെയും ഇടയിൽ സഹോദര്യ ബന്ധം സ്ഥാപിക്കുകയുണ്ടായി. ഹദർത്ത് ഔസ് ബിൻ ഖൗലി കാമിലീനിൽ പെടുന്നു. ജാഹിലിയ കാലഘട്ടത്തിലും ഇസ്ലാമിലെ പ്രാരംഭ കാലഘട്ടത്തിലും കാമിൽ അഥവാ പരിപൂർണ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് അറബി എഴുതാൻ അറിയുകയും അസ്ത്രവിദ്യ അറിയുന്നവനും നീന്തൽ അറിയുന്നവനുമായിരുന്നു. ഈ 3 കാര്യങ്ങൾ ഉള്ളവൻ കാമിൽ അഥവാ പരിപൂർണൻ എന്ന് അറിയപ്പെട്ടിരുന്നു. ഇതെല്ലാം ഹദർത്ത് ഔസ് ബിൻ ഖൗലിയിൽ ഉണ്ടായിരുന്നു. ഹദർത്ത് നാജിയ ബിൻ ആജിം റിവായത്ത് ചെയ്യുന്നു, ഹുദൈബിയ സന്ധിയുടെ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെള്ളം കുറവാണെന്നറിയിച്ചപ്പോൾ എന്നെ വിളിച്ചിട്ട് ഒരു അമ്പെടുത്ത് എനിക്ക് തന്നു. എന്നിട്ട് കിണറ്റിലെ വെള്ളം ഒരു പാത്രത്തിൽ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ അതെടുത്തു കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തു, വായയിൽ വെള്ളം നിറച്ച് ആ പാത്രത്തിൽ ഒഴിച്ചു. ജനങ്ങൾ ചുട്ടുപൊള്ളുന്ന വെയിലിൽ നിൽക്കുകയായിരുന്നു. മുസ്ലിങ്ങളുടെ പക്കൽ ഒരു കിണറാണ് ഉണ്ടായിരുന്നത്. മുശ്രിക്കീങ്ങൾ ബൽദ എന്ന സ്ഥലത്തെത്തി വെള്ളത്തിന്റെ സ്രോതസ്സുകളെല്ലാം കയ്യേറിയിരുന്നു. എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ പാത്രത്തിലെ വെള്ളം വറ്റിയ കിണറിലേക്ക് ഒഴിക്കുക, എന്നിട്ട് ആ കിണറിൽ അമ്പ് കുഴിച്ചിടുക. ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യതയോടുകൂടി അയച്ച അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ അതിൽ നിന്നും വളരെ ബുദ്ധിമുട്ടിയാണ് പുറത്തേക്ക് വന്നത്. അതായത് പെട്ടെന്ന് തന്നെ അവിടെ വെള്ളം ഉയരുകയുണ്ടായി. വെള്ളം എന്റെ ചുറ്റും നിറയുകയുണ്ടായി. പാത്രത്തിൽ വെള്ളം തിളക്കുന്നത് പോലെ തിളക്കുന്നുണ്ടായിരുന്നു. വെള്ളം ഉയർന്ന് അതിന്റെ വശങ്ങളിലേക്കെത്തി. ജനങ്ങൾ വശങ്ങളിൽ നിന്നും വെള്ളം നിറക്കുന്നുണ്ടായിരുന്നു. അവരിലെ അവസാനത്തെ വ്യക്തിയും ദാഹം തീർക്കുകയുണ്ടായി. ആ സമയം മുനാഫിക്കീങ്ങളിൽപ്പെട്ടവരും വെള്ളത്തിന്റെ അടുക്കലുണ്ടായിരുന്നു. അബ്ദുല്ലാഹിബ്നു ഉബയ്യും ഉണ്ടായിരുന്നു. ഹദരത്ത് ഔസ് ബിൻ ഖൗലിയുടെ അമ്മാവനായിരുന്നു. ഹദരത്ത് ഔസ് ഇബിൻ ഖൗലി അയാളോട് പറഞ്ഞു, അല്ലയോ അബുൽ ഖബാബ്, നിനക്ക് നാശമുണ്ടാകട്ടെ. ഇന്ന് നീ കണ്ട ഈ അത്ഭുതത്തിലെങ്കിലും നീ വിശ്വസിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യത അംഗീകരിക്ക്. ഇനിയും എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടോ? അപ്പോൾ അയാൾ പറഞ്ഞു, ഇതുപോലെയുള്ള അനേകം കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഔസ് ബിൻ ഖൗലി പറഞ്ഞു, അള്ളാഹു നിനക്ക് മോശം വരുത്തട്ടെ, നിന്റെ അഭിപ്രായം മോശമാകട്ടെ. അബ്ദുല്ലാഹിബ്നു ഉബയ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബുൽ ഖബാബ്, ഇന്ന് നീ കണ്ടത് ഇതിനു മുമ്പ് എപ്പോഴാണ് കണ്ടത്? ആ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോഴാണ് അദ്ദേഹത്തോട് ആ കാര്യം ചോദിച്ചത്. അയാൾ പറഞ്ഞു, ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, പിന്നെ നീ എന്തിനാണ് നിന്റെ സഹോദരി പുത്രനോട് അങ്ങനെ പറഞ്ഞത്? അബ്ദുല്ലാഹിബ്നു ഉബയ്യ് അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞു. അബ്ദുല്ലാഹിന്റെ മകൻ അബ്ദുല്ലാഹിബ്നു അബ്ദുല്ലാ പറഞ്ഞു, യാ റസൂലല്ലാ, താങ്കൾ അദ്ദേഹത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്താലും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി മഗ്ഫിറത്തിനുള്ള ദുആ ചെയ്തു. ഹദരത്ത് അലി ഇബ്നു അബ്ദുല്ലാഹിബ്നു അബ്ബാസ് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഉംറ ചെയ്യുവാനായി മക്കയിൽ പോകാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം ഔസ് ബിൻ ഖൗലിയെയും അബൂ റാഫിനെയും ഹദ്രത്ത് അബ്ബാസിന്റെ അടുക്കിലേക്ക് ഹദ്രത്ത് മൈമൂനയുമായി അദ്ദേഹത്തിന് വിവാഹം നടത്താനായി സന്ദേശവുമായി അയച്ചു. വഴിയിൽ അവരുടെ ഒട്ടകം കാണാതായി. അവർ ജുഹഫയിൽ നിന്നും 10 മൈൽ ദൂരത്തുള്ള റാബിക്കിൽ തങ്ങി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തി. പിന്നീട് അവരിരുവർക്കും ഒട്ടകം ലഭിച്ചു. പിന്നീട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മക്കയിലേക്ക് പോയി. അദ്ദേഹം അബ്ബാസിന്റെ അടുത്തേക്ക് സന്ദേശം അയച്ചു. ഹദ്രത്ത് മൈമൂന തന്റെ കാര്യങ്ങൾ അബ്ബാസിനെ ഏൽപ്പിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസിന്റെ അടുക്കിലേക്ക് പോയി. അബ്ബാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി മൈമൂനയുടെ വിവാഹം നടത്തിക്കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് നടന്നപ്പോൾ ഹദ്രത്ത് ഔസ് ബിൻ ഖൗലി ഹദ്രത്ത് അലി ബിൻ അബൂ താലിബിനോട് ഞങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സേവനം ചെയ്യാനുള്ള അവസരം നൽകാൻ പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അനുവാദം നൽകി. മറ്റൊരു റിവായത്തിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് നടന്നപ്പോൾ കുളിപ്പിക്കുവാൻ തീരുമാനിച്ചപ്പോൾ അൻസാറുകൾ വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിന്റെ ഭാഗത്ത് നിന്നുള്ളവരാണ്. അതുകൊണ്ട് ഞങ്ങളിൽ നിന്നുള്ള ആളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഉണ്ടാകേണ്ടതാണ്. അൻസാറുകളോട് നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ തീരുമാനിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അവർ ഔസ് ബിൻ ഖൗലിയെ തെരഞ്ഞെടുത്തു. അദ്ദേഹം അകത്തേക്ക് വന്നു. കുളിപ്പിക്കലിലും കബറടക്കത്തിലും പങ്കെടുത്തു. അദ്ദേഹം കരുത്തനായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ പാത്രം ഒറ്റക്ക് കൈകളിൽ എടുത്തുകൊണ്ടുവന്നിരുന്നു. വെള്ളം ലഭ്യമാക്കിക്കൊണ്ടിരുന്നു. ഇബ്ൻ അബ്ബാസ് റിവായത്ത് ചെയ്യുന്നു, ഹദ്രത്ത് അലി, ഹദ്രത്ത് ഫദൽ ബിൻ അബ്ബാസ്, അദ്ദേഹത്തിന്റെ സഹോദരൻ ഖസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതന്ത്രനാക്കിയ അടിമ ശുക്രാൻ, ഔസ് ബിൻ ഖൗലി എന്നിവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ ഇറങ്ങി മയ്യത്ത് ഖബറിൽ വെക്കുന്നതിനു വേണ്ടി. ഹദ്രത്ത് ഔസ് ബിൻ ഖൗലി നിവേദനം ചെയ്യുന്നു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ ഔസ്, ആരാണോ അള്ളാഹുവിനു വേണ്ടി വിനയം കൈക്കൊള്ളുന്നത് അള്ളാഹു അവന്റെ പദവികൾ ഉയർത്തുന്നതാണ്. ആരാണോ അഹങ്കരിക്കുന്നത് അവനെ നിന്ദിതനാക്കുന്നതാണ്. ഇത് വലിയൊരു പാഠമാണ്. നാം എപ്പോഴും ഇത് ഓർമ്മിക്കേണ്ടതാണ്. അദ്ദേഹം ഹദ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ വഫാത്തായി. അള്ളാഹു മഹാത്മാക്കളായ ഈ സ്വഹാബാക്കളുടെ പദവികൾ ഉയർത്തിക്കൊണ്ടിരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.